ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം ആടുജീവിതം എന്നീ സിനിമകൾ മെയ് ദിനം അവധി ദിവസത്തിലേക്ക് എത്തപ്പെട്ടപ്പോൾ സിനിമകൾക്ക് ഇന്ന് എത്രത്തോളം മികച്ച ദിവസമായിട്ട് മാറി നിൽക്കുന്നു, ഒപ്പം തന്നെ എത്രത്തോളം ട്രാക്കിംഗ്, വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം തന്നെ ഉണ്ട് തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ വിനീതിന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ കളക്ഷൻ വർധന എന്ന സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 22 ലക്ഷത്തിൽ പരമായിരുന്നെങ്കിൽ ഇന്ന് 32 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷൻ. ഇന്ന് 60 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് നേടിയെടുക്കാനായിട്ടൊരുങ്ങുന്ന സിനിമ ഇന്നത്തോടെ കേരള ബോക്സ് ഓഫീസിൽ 36 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷൻ 79 കോടിയിലേക്കും എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫൈനൽ കളക്ഷൻ 80 കോടി ടച്ച് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് മെയ് ദിനം അവധി ദിനമായിരുന്നിട്ടും സിനിമയ്ക്ക് കളക്ഷൻ വർധന നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആടുജീവിതം എന്ന സിനിമയുടെ ഭൂരിഭാഗം സ്ക്രീനുകളുമാണ് ഇന്ന് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിലേക്ക് പോയിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 10 ലക്ഷത്തിൽ പരമായിരുന്നെങ്കിൽ ഇന്ന് 9 ലക്ഷത്തിന് മുകളിലാണ് ആടുജീവിതം കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നത്തോടെ 78 കോടിക്കടുത്ത് കേരള ഗ്രോസ് നേടിയെടുക്കുന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 157 കോടിയിലേക്ക് ഈ ആഴ്ച തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ സിനിമയുടെ ഫൈനൽ കളക്ഷനും. ഈ പറഞ്ഞ രണ്ട് സിനിമകളുടെ ഇന്നത്തെ ട്രാക്കിംഗ് കൂടാതെയുള്ള മറ്റ് 3 മലയാളം സിനിമകളുടെ കേരള ട്രാക്കിംഗ് എസ്റ്റിമേറ്റ് കണക്കുകൾ മുൻ വീഡിയോകളിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണല്ലോ. അതിൽ ആവേശം, ഒപ്പം തന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്നീ സിനിമകൾ തമ്മിലുള്ള ബുക്കിംഗ് പോരാട്ടമാണ്. പുതിയ നിവിൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ ദിവസം നാം കേരള ബോക്സ് ഓഫീസിൽ കാണുന്നത്. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ. ഏകദേശം 21 ദിവസങ്ങൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ഫഹദ് ഫാസിൽ സിനിമയാണല്ലോ ആവേശം. ഈ രണ്ട് സിനിമകൾ തമ്മിൽ രാത്രി ബുക്കിംഗ് സ്റ്റാറ്റസ് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ അവസാന മണിക്കൂറുകളിൽ രണ്ട് സിനിമകളും ഒരേ സമയം 3000-ൽ പരം ടിക്കറ്റുകൾ, 2000-ൽ പരം ടിക്കറ്റുകൾ എല്ലാം തന്നെ വിറ്റഴിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണെന്ന് ഓർക്കണം. ഒപ്പം തന്നെ ആദ്യ മണിക്കൂറിൽ, അതായത് സിനിമയുടെ ആദ്യ അഭിപ്രായം വന്ന ആദ്യ മണിക്കൂറിലെല്ലാം തന്നെ 5000-ലധികം ടിക്കറ്റുകളെല്ലാം തന്നെ വിറ്റഴിക്കപ്പെട്ടതാണ്. ആദ്യ മണിക്കൂറിലെ PR വർക്കെല്ലാം തന്നെ നല്ല രീതിയിൽ സിനിമയ്ക്ക് ഗുണം ചെയ്തു എന്നാണ് അന്നേരം നാം മനസ്സിലാക്കിയതെങ്കിൽ ഇപ്പോഴത്തെ രാത്രിയോടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് സിനിമയുടെ അഭിപ്രായങ്ങൾ, യഥാർത്ഥ അഭിപ്രായങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെയാണ്. പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് സിനിമ നേടിയെടുത്തത് എന്ന് ഇപ്പോഴും വാദിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു പോസിറ്റീവായിരുന്നു സിനിമ നേടിയെടുത്തതെങ്കിൽ ഇപ്പോൾ തന്നെ മണിക്കൂറിലെ 16,000-ലധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സിനിമ നേടിയെടുത്തിരിക്കുന്നത് മിക്സഡ് അഭിപ്രായം തന്നെയാണ്. കാത്തിരിക്കൂ സിനിമയുടെ തുടർന്നുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.